അപ്പൊ നമുക്ക് ആ കത്തൊന്ന് പ്രേക്ഷകർ കാണിച്ചു കൊടുത്താലോ? സ്വകാര്യ കത്ത് നമ്മള് ആർക്കൈവ്സിന്നെടുത്ത്. അച്ഛന് പാപ്പുവും പാറും എഴുതുന്നത്. ഞങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട്. അച്ഛന് സുഖമാണോ? പാറു സ്കൂളിൽ പോകാൻ, അതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ മേലേക്ക് ചിലപ്പോൾ മടിയാണ്. ട്യൂഷൻ സാർ വരാറുണ്ട്, ആന്റിയും വരാറുണ്ട്. ആന്റി പാറുവിനെ പഠിപ്പിക്കുന്ന ആന്റിയാ. ഞങ്ങളുടെ അസുഖമൊക്കെ മാറി. എന്റെ മന്ത്ലി ടെസ്റ്റിന് നല്ല മാർക്ക് കിട്ടി. ഇനി ക്രിസ്മസ് എക്സാം. അച്ഛൻ പാറുവിനെ എഴുതുന്നത് ഞാൻ കരയാതെ സ്കൂളിൽ പോകും. സിസ്റ്റർ എഴുതുന്നതായിട്ട് കളിക്കും. അച്ഛനില്ലാത്തത് കൊണ്ട് ഓണം ഒരു സുഖമില്ല. ഉമ്മ, ഫാദർ ഉമ്മ, അതായത് 4 ഉമ്മ, 4 ഉമ്മ. അതാണ് ഈ കത്തിന്റെ പുരാണം അല്ലേ? അത് ഭയങ്കര ഇമോഷണലി. മൃണാളിനിയുടെ പുരാണം എന്തോ? ഞാൻ മൃണാളിനിക്ക് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പേടിയുണ്ടെന്ന് പറഞ്ഞു. സഞ്ജു, എന്തോ അതിന്റെ പുരാണം? കുറച്ച് ദിവസമായിട്ടേ സിനിമയുടെ അനൗൺസ്മെന്റ് ആണെന്നല്ലോ, റിലീസിന്റെ. അപ്പൊ ആ സമയത്ത് ആൾ മൊത്തം ടെൻഷനാ, കുറെ ദിവസമായിട്ട് ടെൻഷനാ. ഇതറിഞ്ഞ ശേഷം മുല്ലപ്പെരിയാറിന്റെ കാര്യം എനിക്ക് മെസ്സേജ് വന്നു ഒരു ദിവസം രാവിലെ. 5-ാം തീയതി മുതൽ 12 വരെയുള്ള ഡേറ്റിൽ ഏതോ ദിവസം പൊട്ടും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നു. അന്ന് മുതൽ ടെൻഷൻ. തലേ കയറി കൂടിയത് മുല്ലപ്പെരിയാർ ആരെയൊക്കെ പറയുന്ന കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അതെ. അപ്പൊ നമ്മുടെ ഡേറ്റ് 27-ാം തീയതി ആണല്ലോ സിനിമ ഇറങ്ങുന്നത്. അപ്പം 5-നും 12-നും എനിക്ക് പൊട്ടുമെന്ന് കേട്ടപ്പോ ഭയങ്കര ടെൻഷനായി. പടം ഇറങ്ങുന്നതിന് മുന്നേ സിനിമ ഇറങ്ങിയിട്ട് പൊട്ടിക്കോട്ടെ എന്നുള്ള. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഡയറക്ടറോട് തന്നെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടിയാലും കുഴപ്പമില്ല, പടം പൊട്ടായിരുന്ന. അങ്ങനെയാണ്. മൃണാളിനി ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. ഇത് ഈ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ പുരാണം അറിയാലോ. യൂട്യൂബ് ചാനലിൽ എത്ര കെ വന്നോ ആ കെ അനുസരിച്ചാണ് വരുമാനം കിട്ടുന്നത്. അപ്പോൾ 10 കെ കിടക്കുന്ന ആൾക്ക് 1000 കെ ആക്കണമെങ്കിൽ എളുപ്പ വഴി ഇതേപോലുള്ള സെൻസിറ്റീവ് ഇഷ്യൂ കത്തിച്ചിരുന്നു. അതുകൊണ്ട് കുറേ ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഇറങ്ങി മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. മുല്ലപ്പെരിയാറൊക്കെ ഒന്നും അങ്ങനെ ഏറി പൊട്ടത്തൊന്നുമില്ല. കാരണം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ കോടതി അങ്ങനെ വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ പുതിയ ഡാമൊക്കെ അതിൻ്റെ സുരക്ഷയൊക്കെ പഠിക്കാൻ പോവുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. ഒരു കൊല്ലത്തിനകം സുരക്ഷയൊക്കെ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വാർത്ത വന്നിട്ടുണ്ട്, കേന്ദ്ര ജല കമ്മീഷൻ. കേട്ടോ, അപ്പോൾ ടെൻഷൻ ആവണ്ട. നമുക്കൊരു കാര്യം ചെയ്യല്ലേ, നമ്മുടെ ഈ കാർത്തികിൻ്റെ ഒരു പാട്ട് നമുക്ക് അല്ലെ പ്രേക്ഷകർ വിചാരിക്കുമല്ലോ ഇത് എങ്ങനെ പാടും. കാർത്തികിന്റെ വീട് ശരിക്കും എവിടെയാന്നാ പറഞ്ഞേ? ഞാൻ കാക്കനാടാണ് സാർ. കാർത്തിക് ഒരു പാട്ട് പാടിയാലോ? പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പ്രേക്ഷകരെ കേൾപ്പിക്കണമെന്ന് തോന്നുന്ന പാട്ട്? അങ്ങനെയൊന്നുമില്ല, ഞാൻ നായകനായിട്ട് അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ ആ പടത്തിലെ പാട്ട് കുറച്ച് കുറേ നാട്ടുകാർ കണ്ടെന്ന് പറഞ്ഞു കാർത്തികിന്റെ പാട്ട്. അതൊരു 3 മില്യൺ വൈറലായെന്ന് പറഞ്ഞു. 1 മില്യണിലൊക്കെ എത്തിയോ? അതെ അതെ. യൂട്യൂബ് റവന്യൂ കൂടി കാണുമോ അപ്പൊ? 3 മില്യൺ അല്ലേ? ഓക്കെ. ഇടറിയൊരീണം കേട്ട് പൊരുളറിയാതെ മയങ്ങി, പശിയറിയാതെ ഊട്ടാൻ നിറമാർച്ചുരന്നമ്മ നീട്ടി, തിരിമുറിയാതെ അലയിടറാതെ ഇനിയും ഞാൻ പാടാം, ഇനിയും ഞാൻ പാടാം. ഒരു കാറ്റുമൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എൻ്റെ കാട്ടുചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും, മഴമുകിലായി ഞാൻ പാടാം, എൻ്റെ ഓലഞ്ഞാലിക്കിളിയേ. ഓക്കെ, താങ്ക് യു.